വാങ്ങിയ പഠനോപകരണങ്ങളുടെ ഒരു പ്രദർശനവും LKG ക്ലാസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ രക്ഷിതാക്കളും മീറ്റിംഗ് കഴിഞ്ഞ് ആ ഒരു പ്രദർശനം കൂടി കാണണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കരുവാരകുണ്ട് പുൽവട്ട GLP സ്കൂളിലെ പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റ് അതിൻ്റെ ചെയർമാനായിട്ടുള്ള അയ്യൂബ് മേലടത്ത്, അദ്ദേഹം നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ഒരുപാട്, ഈ സ്കൂളിൽ നിന്നല്ല കരുവാരൻ്റെ തന്നെ ഒരുപാട് സ്കൂളുകൾക്ക് ഒരുപാട് ചാരിറ്റി നടത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയും കൂടിയാണ് അയ്യൂബ് മേലടത്ത്. അദ്ദേഹം ഏതായാലും ഈ സ്കൂളിൽ ഫാനുകൾ നൽകി അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും അതുപോലെ തന്നെ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി അവിടെയൊക്കെ 10,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനവും അതിൻ്റെ കാര്യങ്ങളായിട്ടാണ്, അതുപോലെ തന്നെ ചെറിയൊരു ചടങ്ങും നടന്നു. അപ്പോൾ അതിൽ സ്കൂൾ HM സൂസമ്മ ടീച്ചർ, അതുപോലെ തന്നെ കരുവാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ വീരപ്പൻ കുഞ്ഞാണിക്കാക്കു, അതുപോലെ തന്നെ PT അംഗങ്ങൾ, SMC അംഗങ്ങൾ, ഞാനും അതിലൊരു PT അംഗമാണ്. എന്തായാലും ഒരുപാട് ആളുകൾ വന്നു, അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്തായാലും നമുക്ക് അയ്യൂബ് മേലോട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഏതായാലും 100% ഞാൻ എന്താഗ്രഹിച്ചോ അതിനേക്കാൾ നല്ല ഫലവത്തായിക്കൊണ്ട് തന്നെ ആ കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ഏറ്റവും സന്തോഷകരമായൊരു നിമിഷത്തിലേക്കാണ് ഞാൻ കയറി വരുന്നത്. ഇവിടുത്തെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി അവൻ്റെ സമ്പാദ്യം മുഴുവനും വയനാട്ടിലെ അനാഥരാക്കപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞാൻ കടന്നു വന്നത്. ഏറ്റവും ദൈവിക ലോകത്ത് ദൈവത്തിൻ്റെ കരുണാ കടാക്ഷങ്ങൾ ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തനമാണ് ആ പിഞ്ചു കുട്ടി ചെയ്തിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് കൂടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുക. എന്ത് തന്നെയായാലും ശരി, അഭിമാനമുണ്ട് ഈ സ്കൂളിനെ കുറിച്ചും ഈ സ്കൂളിൻ്റെ PTA മറ്റു അധ്യാപക രക്ഷാകർത്താക്കളെ കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മുടെ കുട്ടികളുടെ പഠനനിലവാരങ്ങൾ ഉയർത്തുന്നതിനും അവരുടെ കായിക ബുദ്ധിപരമായ അവസ്ഥകൾ പരിപോഷിപ്പിച്ച് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളാർക്ക് കഴിയുന്ന എന്തൊക്കെ സംഭാവനകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എൻ്റെ ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അതിന് സന്നദ്ധമാണ് എന്ന് കൂടി നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുക. നല്ല മക്കളിലൂടെ മാത്രമേ നല്ല ഒരു സമൂഹത്തെ രാഷ്ട്രീയവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളും മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എന്നും കാഴ്ചവെക്കാവുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനും സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം എല്ലാവരും ഇന്ന് നമ്മുടെ മുന്നിലുള്ള വലിയ ഒരു മാനവിക ദുരന്തം, മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ കോപത്താൽ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ ദുരന്തമാണ് നമ്മൾ ഇന്ന് കണ്ട വയനാടിൻ്റെ ദുരന്തം. മനുഷ്യന് കയറിച്ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ കയറിച്ചെന്ന് ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ പ്രകൃതി അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലും വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് പാണ്ഡൻ മലയുടെ അടിവാരങ്ങളിലൊക്കെ വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളങ്ങൾ സംഭരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനൊക്കെതിരെ നമ്മൾ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകും. അല്ലാതെ ഭരണകൂടങ്ങൾ ഇതെല്ലാം നിർത്തലാക്കും എന്ന് നമ്മൾ കരുതിയാൽ അത് തെറ്റായ ധാരണയാണ്. അത് നമ്മൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. നമ്മളാൽ തന്നെയാണ് അത്തരം അതിക്രമങ്ങളെയും കടന്നുകയറ്റങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വവും നമ്മുടെ ജനതയുടെ സുരക്ഷിതമായ ജീവിത നിലവാരവും ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവിധ കുട്ടിക്കാലത്തും നമുക്ക് ലഭ്യമാകാത്ത സാമ്പത്തികവും സാമൂഹികമായ സാഹചര്യമായിരുന്നു അന്നൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത്. അത് മാത്രമല്ല, അന്നൊന്നും വെള്ളം ഇത്രമാത്രം മലീമസമാക്കപ്പെട്ടിട്ടുമില്ല. ഏത് രാസവളങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ കീടനാശിനി കൊണ്ടൊന്നും ഭൂമി നാശമാകാത്ത മണ്ണിലാണ് നമ്മളൊക്കെ വളർന്നത്. അതുകൊണ്ട് വെള്ളം പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊക്കെ അനിവാര്യതയാണ്. നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യത്തിന് അനിവാര്യതയാണ്.
അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ. അതിനെന്താന്ന് വെച്ചാൽ എന്നാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. ചെയ്തതിന് ശേഷം അതിൻ്റെ ബില്ല് തരിക, പേയ്മെൻറ്റ് ഞാൻ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.